എല്ലാവർക്കും ഹായ്. പദ്ധതി നിങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നമുക്ക് കോർപ്പറേഷന്റെ ഒരു സംഗ്രഹത്തിൽ നിന്ന് ആരംഭിക്കാം. ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ താൽക്കാലികമായി നിർത്താം. പഠനത്തിന് കീഴിലുള്ള ഓർഗനൈസേഷന്റെ എല്ലാ സൂചകങ്ങളും കൂടുതൽ ശ്രദ്ധാപൂർവം പരിഗണിക്കാൻ ഞങ്ങൾ നിർദ്ദേശിക്കുന്നു. ഇപ്പോൾ കമ്പനിയുടെ നിലവിലെ പ്രകടനം നോക്കാം. തീർച്ചയായും 2025 ഏപ്രിൽ 23 വിവരങ്ങൾ ഉപയോഗിച്ചാണ് ഈ അവലോകനം സൃഷ്ടിച്ചത്. വർഗീകരണം വഴി കടലത് കമ്പനി ഉപവിഭാഗത്തിൽപ്പെടുന്നു. കഥയത് 32 കമ്പനികൾ താരതമ്യത്തിൽ പങ്കെടുക്കുന്നു. ഇത് വളരെ പ്രതിനിധിയാണ്. കമ്പനിയുടെ മൊത്തത്തിലുള്ള ഫലം 10.4. ഉപവിഭാഗത്തിന്റെ ശരാശരി ഫലം 1.1 പോയിന്റ്. നിങ്ങൾ വിശാലമായി നോക്കുകയാണെങ്കിൽ പൊതുവെ മാർക്കറ്റിനുള്ളിൽ മൊത്തം ഓഹരി വിപണിയുടെ ശരാശരി ഫലം 1.8 പോയിന്റാണെന്ന് നമുക്ക് ശ്രദ്ധിക്കാം. സ്കോറിനെതിരെ 4 പോയിന്റ്. ഒരു കമ്പനിയുടെ ഓഹരികളുടെ വിലനിലവാരം താരതമ്യം ചെയ്യുന്നു. ഉപവിഭാഗം കമ്പനികളും കഴിഞ്ഞ 12 മാസമായി കമ്പനിയുടെ ഓഹരികൾ നമുക്ക് കാണാൻ കഴിയും. 7.7% മാറ്റം കാണിച്ചു. ഉപവിഭാഗത്തിന്റെ വില ചലനാത്മകതയ്ക്കെതിരെ 29.3%. ഇത് വ്യക്തമായി ഒന്നും സൂചിപ്പിക്കുന്നില്ല, എന്നാൽ ഈ വസ്തുത മനസ്സിൽ സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ്. കമ്പനിയുടെ വിപണി മൂലധനം $182.31 ബില്യൺ. ഉപവിഭാഗത്തിന്റെ മൂലധനം $1020 ബില്യൺ. 17.876% വിഹിതമാണ്. ഇത് ഉപവിഭാഗത്തിലെ വലിയ കമ്പനികളിൽ ഒന്നാണ്. കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് മൂലധനം $99.2 ബില്യൺ. ഉപവിഭാഗത്തിന്റെ ബാലൻസ് ഷീറ്റ് മൂലധനം $447 ബില്യനാണ്. 22.184% വിഹിതം. സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെയും ബാലൻസ് ഷീറ്റ് ക്യാപിറ്റലൈസേഷന്റെയും ഓഹരികൾ താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് ഇനിപ്പറയുന്നവ കാണാം. പങ്കിടുക. ഉപവിഭാഗത്തിൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ വിലയിരുത്തൽ 17.876%. പുസ്തകമൂല്യം 22.184%. ഇത് വിപണി മൂല്യത്തിൽ 24% വർധനവിനെ പ്രതിനിധീകരിക്കുന്നു. മാർക്കറ്റിലെ ഓർഗനൈസേഷന്റെ ഓഹരിയും ഉപവിഭാഗത്തിന്റെ പുസ്തകമൂല്യവും വിലയിരുത്തൽ നല്ലത് 1 പോയിന്റ്. പഠനത്തിന് കീഴിലുള്ള കമ്പനിയുടെ കടബാധ്യതകൾ $168.67 5 ബില്യനാണ്. ബുക്ക് ക്യാപിറ്റലൈസേഷന്റെ കടം മൂലധനത്തിന്റെ 170%. കമ്പനിയുടെ കടബാധ്യതകളുടെ തലത്തിൽ ഫലം മോശം -1 പോയിന്റ്. കമ്പനിയുടെ ഓഹരി വിലയും വരുമാന അനുപാതവും 10.4 ആണ്. 17.5 എന്ന ഉപവിഭാഗത്തിന്റെ ശരാശരിയിൽ ഇത് ഉപവിഭാഗത്തേക്കാൾ 41% കുറവാണ്. ഉപവിഭാഗത്തിലെ കമ്പനികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ ഓഹരി വില അതിന്റെ ലാഭത്തിലേക്കുള്ള വിലയിരുത്തൽ നല്ലത് 1 പോയിന്റ്. കഴിഞ്ഞ 12 മാസത്തെ ലാഭം $17,510 മില്യൺ. വരുന്ന 12 മാസത്തെ ഫോർവേഡ് വരുമാനം $20,479 മില്യൺ. ഇത് ഇപ്പോഴുള്ളതിനേക്കാൾ 17% കൂടുതലാണ്. ഉപവിഭാഗത്തിലെ കമ്പനികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി ലാഭ സൂചകങ്ങളുടെ വിലയിരുത്തൽ നല്ലത് 0.5 പോയിന്റ്. കമ്പനിയുടെ വിലയും വരുമാന അനുപാതവും 1.4 ആണ്. ഉപവിഭാഗത്തിലെ ശരാശരി 1.8 ആണ്. ഇത് ഉപവിഭാഗത്തേക്കാൾ 22% കുറവാണ്. ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ ഓഹരി വിപണി മൂല്യം വരുമാനത്തിലേക്കുള്ള വിലയിരുത്തൽ നല്ലത് 0.5 പോയിന്റ്. കഴിഞ്ഞ 12 മാസത്തെ വരുമാനം $134,820 മില്യൺ. അടുത്ത 12 മാസത്തെ ഭാവി വരുമാനം $154,360 മില്യൺ.
ഇത് നിലവിലെ സമയത്തേക്കാൾ 14% കൂടുതലാണ്. ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കണക്കാക്കിയ ഭാവി വിൽപ്പന വോള്യങ്ങളുടെ സൂചകങ്ങളുടെ വിലയിരുത്തൽ നല്ലത് 0.5 പോയിന്റ്. മാർജിൻ 13%. ഉപവിഭാഗത്തിന് ശരാശരി 10.4%. ഉപവിഭാഗത്തിലെ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം 2.6%. ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വിൽപ്പന ലാഭത്തിന്റെ വിലയിരുത്തൽ നല്ലത് 0.5 പോയിന്റ്. ഉപവിഭാഗത്തിലെ ജീവനക്കാരുടെ എണ്ണം അനുസരിച്ച് കമ്പനിയുടെ വിഹിതം 14.967%. ഇത് വിപണി മൂലധനത്തിന്റെ വിഹിതത്തേക്കാൾ 19% കുറവാണ്. ഈ വസ്തുത സ്ഥാപനത്തിന്റെ വിപണി മൂല്യം തമ്മിലുള്ള പൊരുത്തക്കേടിനെ പ്രതിഫലിപ്പിക്കുന്നു. കലേജർ വിൽക്കുന്നത് മിക്കവാറും പുനർമൂല്യനിർണ്ണയത്തിലേക്കാണ്. കമ്പനിയിലെ ഓരോ ജീവനക്കാരന്റെയും വിപണി മൂലധനം $1,830,000 തുല്യമാണ്. ഉപവിഭാഗത്തിന് $1,532,000. ഉപവിഭാഗ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം 19.5%. ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ജീവനക്കാരന്റെ മൂലധനത്തിന്റെ അളവ് കണക്കാക്കൽ സഹിക്കാവുന്ന 0 പോയിന്റുകൾ. ഒരു ജീവനക്കാരന്റെ ലാഭത്തിന്റെ അളവ് $175,800 ആണ്. ഉപവിഭാഗത്തിന്റെ ശരാശരി $87,800. കൂടാതെ ഉപവിഭാഗ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം 100%. ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ വ്യക്തിഗത ജീവനക്കാരന്റെ ലാഭത്തിന്റെ വിലയിരുത്തൽ നല്ലത് 0.5 പോയിന്റ്. കമ്പനിയിലെ ഓരോ ജീവനക്കാരന്റെയും വിൽപ്പനയുടെ വിഹിതം $1,353,000 ആണ്. ഉപവിഭാഗത്തിൽ $845,000. ഉപവിഭാഗ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം 60%. ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ വ്യക്തിഗത ജീവനക്കാരന്റെ വിൽപ്പനയുടെ വിലയിരുത്തൽ നല്ലത് 0.5 പോയിന്റ്. ഹ്രസ്വ ഇടപാടുകളുടെ അളവ് 1.7%-ന് തുല്യമാണ്. ഉപവിഭാഗത്തിന് ശരാശരി 2%. ഇത് സാധ്യമായ ഷോർട്ട് സ്ക്യൂസിന്റെ സൂചകമാണ്. സാങ്കേതിക സൂചകം GRE14 കമ്പനിക്ക് 47% ലെവൽ കാണിക്കുന്നു. കലേജർ വിൽക്കുന്നത് ഉപവിഭാഗത്തിൽ GRE ലെവൽ 14 ഏകദേശം 50%. ശരാശരി ഉപവിഭാഗത്തിന്റെ ഓഹരികൾ കമ്പനിയുടെ ഓഹരികൾ പോലെ തന്നെ ഉദ്ധരിക്കുന്നു. കലേജർ വിൽക്കുന്നത് കമ്പനിയുടെ യഥാർത്ഥ ഓഹരി വില ഏകദേശം $43.18 ആണ്. കമ്പനിയുടെ ഓഹരികളുടെ സമവായ വില ലക്ഷ്യം ഏകദേശം $46.98 ആണ്. യഥാർത്ഥ എസ്റ്റിമേറ്റും സമവായ പ്രവചനവും തമ്മിലുള്ള വ്യത്യാസം ഏകദേശം 9%. നമുക്ക് ഓർഡർ ടേബിളിലേക്ക് പോകാം. അത് നിങ്ങൾക്ക് ലഭ്യമാണ്. ലിങ്ക് പിൻ ചെയ്ത കമന്റിലുണ്ട്. വിവരങ്ങളും റഫറൻസ് സംവിധാനവും ഈ സീസണിൽ പരസ്യമായി എടുത്ത എല്ലാ തീരുമാനങ്ങളും ഓർഡർ പട്ടികയിൽ അടങ്ങിയിരിക്കുന്നു. കഴുലത് ഓർഡർ ടേബിളിലേക്കുള്ള ആക്സസ് സൗജന്യവും തുറന്നതുമാണ്. പിൻ ചെയ്ത കമന്റിലെ ലിങ്ക്. വിശകലനത്തെ അടിസ്ഥാനമാക്കി കലേജർ വിൽക്കുന്നത് സ്റ്റോക്ക് മൂല്യനിർണ്ണയത്തിനുള്ള വിവരങ്ങളും റഫറൻസ് സംവിധാനവും കഴുലത് ഇനിപ്പറയുന്ന തീരുമാനം എടുത്തു. ഈ വീഡിയോ ഒരു അവലോകനമായതിനാൽ ഓർഡർ തുറക്കരുത്. ഈ വീഡിയോ കാണുന്നതിനും വിവരങ്ങളും റഫറൻസ് സംവിധാനവും ഉപയോഗിച്ചതിനും വളരെ നന്ദി. കഴുലത് നിങ്ങളെല്ലാം മികച്ച പ്രേക്ഷകരാണ്.